സ്ഥലത്തെ അപ്പം നമുക്കിപ്പോൾ ഈ കോട്ടയം മെർച്ചൻ്റ് അസോസിയേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേണിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5%. കഴിഞ്ഞ തവണ ഐഡൻറ്റിറ്റി കാർഡ് അസോസിയേഷൻ കൊടുക്കാത്ത ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തു. അതാണ് ഇത്തവണ കുറച്ചുകൂടെ അത് ട്രൂത്ത്ഫുള്ളായിട്ട് നടക്കുമെന്ന് നമ്മൾ വിചാരിക്കും. കഴിഞ്ഞ തവണ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഗോകുമാർ സാറിൻ്റെ വോട്ട് വരെ കള്ളവോട്ട് ചെയ്തു. അപ്പോൾ ഇത്തവണ നമുക്കൊരു പൂർണ്ണമായും സത്യസന്ധമായ ജനാധിപത്യമാണ് പുലരേണ്ടത്. വിജയോ തോൽവിയല്ല. നമ്മളൊരു കാര്യം ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നു, ആ കാര്യങ്ങൾ നടപ്പാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നു. നിലവിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആളുകൾക്ക് നമ്മൾ ലോക്കൽ ബോഡീസിലൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പരിഹരിക്കപ്പെടാൻ പരിശ്രമം വിളിച്ച് കാണുന്നുണ്ട്. പാനലായിട്ട് ചെയ്തു എങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാവൂ. വേറെ കാര്യം മനസ്സിലാണെന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മൾ ഫൈറ്റ് ചെയ്തു 5% ഡിഫറൻസാണ്. അതായത് 31 നോട്ട്സ് 60 നോട്ട്സ് പിടിക്കുക ഈക്വലായി. കഴിഞ്ഞ തവണ ജയിച്ച 15 പേർക്ക് 1 മുതൽ 5 വരെ വോട്ടിൻ്റെ ഡിഫറൻസ് ആവും. 15 പേർക്ക് 10% വോട്ടിൻ്റെ ഡിഫറൻസ് ഉള്ള 5 പേര്. അപ്പോൾ കഴിഞ്ഞ തവണ തിരിച്ചറിയില്ല കാർഡില്ലാതെ വോട്ട് ചെയ്യാൻ അറിയാമല്ലോ. മുനിസിപ്പൽ വൈസ് ചെയർമാൻ്റെ വോട്ട് കള്ള വോട്ട് ചെയ്യും. കാർഡ് കിട്ടില്ല നാമോട് വിളിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ സോണിയ അപ്പം ഇപ്പം തിരിച്ചറിയക്കാട് സൈഡാണ് വോട്ട് നടക്കുന്നത്. ഇനി അതിനകത്തൊരു മാനിപ്പുലേഷൻ നടക്കാതിരിക്കും. വീഡിയോ പറഞ്ഞിട്ട്, അതായത് വോട്ടർ ഈ എലിജിബിലിറ്റി ഇല്ലാത്ത ആൾ വോട്ട് ചെയ്യാൻ വന്നാൽ വീഡിയോ പറഞ്ഞു വീഡിയോ റെക്കോർഡ് രണ്ട് സൈഡിലും എന്താണ് പത്ത് മുതൽ 5 വരെ അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ച സമയത്ത് വന്നാൽ എനിക്കറിയാവുന്ന ആളാണ്. ലാസ്റ്റ് 155 ആണോ നമ്പർ? അതന്നെ 9656434155. ഞങ്ങളുടെ സ്ഥാനാർത്ഥി വല്ല ഞങ്ങൾ കൺവീനറാണ് സുരേഷ് സാറ്. കഴിക്കാം. ഞങ്ങളെന്റെ സ്ഥാനാർത്ഥികളോട് വന്നു പോരാ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നാ കഴിഞ്ഞ മൂന്ന് വോട്ട് ചെയ്തല്ലേ ഐ ഡി കാർഡും വേണമെന്ന് പറഞ്ഞു. ഐ ഡി കാർഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ ലൈറ്റ് ഹൗസിൽ ഒരെണ്ണം കൊടുക്കണം. കൊടുത്താ അപ്പുറത്ത് ലൈറ്റ് ഹൗസ് അവിടെ
ഇപ്പോഴും കിടപ്പുണ്ട്. ബിൽഡിങ്ങൊന്നുമില്ല. കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. പൈസ അടയ്ക്കുന്നു. അതുകൊണ്ടാണ് അതിനെ വിഷയം വരുള്ളൂ. ഇവിടെ ഒരു സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ധാരാളം എനിക്കറിയാം. നമ്മുടെ അപ്പുറത്ത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിന് ഇപ്പുറത്ത് തെങ്ങാനക്കാരൻ എനിക്കറിയാം. കാർഡ് വാങ്ങിച്ചോളൂ. അപ്പോ ഞാനുണ്ട്. കണ്ടില്ല. അകത്തും പോയതുകൊണ്ട് കേസ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. അതിനകത്തൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഇടുക്കി ഏകോപന സമിതി ഒരു ട്രസ്റ്റ് പോലെ ഫോം ചെയ്ത് ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ഒരു വ്യാപാരി മരിച്ചാൽ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ വ്യാപാരി കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു വ്യാപാരി മരിച്ചു ഉടനെ 2,000 രൂപ കൊടുത്ത് എൻറോൾ ചെയ്തിരിക്കുന്ന ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇട്ടുണ്ട്. അതിന്റെ ഇൻട്രസ്റ്റ് ആ പൈസ കൊടുക്കും. അത് കഴിഞ്ഞ് എല്ലാ കച്ചവടക്കാരും 100 രൂപ വെച്ച് പിടിക്കും. 100 രൂപ വെച്ച് പിടിച്ച് ആ കൊടുത്ത എമൗണ്ട് തന്നെ റീപ്ലേസ് ചെയ്യും. വളരെ ഫലപ്രദമായ നമുക്കിതൊന്നും ചെയ്യാം. നമ്മുടെ മെമ്പർഷിപ്പ് ഇല്ലെന്നാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നമുക്ക് ഇതിനൊരു മാറ്റം ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനൊരു ചേഞ്ച് ഉണ്ടാകണം. അപ്പൊ അനുകൂലമായ നിലപാട് സ്വീകരിക്കും. താങ്ക് യു വെരി മച്ച്. പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞുള്ള പെൻഷൻ അത് കുറെ ഉണ്ട്. പറയുന്നുണ്ട്. അത് വേണം. ഇത്തവണ മസ്റ്റായിട്ട് അയച്ചു കൊടുത്താൽ നമുക്ക് ലോക്കൽ പോലീസ് മെമ്പർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ അസോസിയേഷൻ വളരുന്നില്ല. നമുക്കൊരു 18% അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത അധികാരികളുടെ ഭാഗത്ത് നമുക്കൊരു ആനുകൂല്യം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അസോസിയേഷൻസ് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് വേണ്ടി വന്നാൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വന്നാലൊക്കെ തൊട്ടടുത്ത അസോസിയേഷൻ പാമ്പാടി അടക്കമുള്ള ആളുകൾ ഫണ്ട് സാമാജിക കച്ചവടത്തിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇവിടെ യാതൊരു കാര്യം ചെയ്യുന്നില്ല. ആകെ ഈ പരസ്പര സഹായത്തിന്റെ ചുറ്റി നമ്മൾ നടത്തുന്നതല്ലാതെ വേറൊരു കാര്യം നമുക്ക് വളർച്ചയില്ല. അപ്പൊ ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് നമ്മൾ പ്രപ്പോസ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു മെറിറ്റ് തന്നെ ഉണ്ടാവുക. വോട്ട് ചെയ്യാന്നൊക്കെ വലിയായിട്ട് അതിന്റെ മെറിറ്റ് കാണും കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ. 10 മണി 10 തൊട്ട് 5 വരെ. 5 വരെ ഞാൻ ഉച്ച കഴിഞ്ഞാൽ വരും. 5 വരെ വൈഫ് വരുമ്പം നമസ്കാരം ഓർത്തോണം. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ലോട്ട് കിട്ടിയാൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു പരീക്ഷാർത്ഥം നമുക്ക് അവരെല്ലാവരും പരീക്ഷിക്കാൻ തന്നെ ഇരിക്കും. നമ്മളെ ഈ പ്രാവശ്യം നോക്കട്ടെ എന്ന് പറയും. 2 വർഷം 2 വർഷം കൂടുമ്പോഴത്തേക്ക് ഇലക്ഷൻ വരികയാണ്. 5% വ്യത്യാസമുള്ളൂ. കഴിഞ്ഞ അതൊന്നും അത് കളയോട്ടൊക്കെ ചെയ്താൽ അതുകൊണ്ട് ഐഡി ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നുള്ളവരെ ഇപ്പൊ ഷാജിക്ക് ചിലപ്പോൾ മാർക്കറ്റിന്റെ അപ്പുറത്തുള്ളവരെ അറിയില്ല. ആ ഏരിയയിൽ നിന്ന് ഒരാൾ അങ്ങനെ ഏരിയ എന്നാലും ഞങ്ങളെല്ലാം പോയി കേട്ടോ. എന്നാലും അവർക്കൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. മോൻ കിട്ടുന്നില്ല. അവിടെ കഴിഞ്ഞാൽ ഈ കടലാസിലൊക്കെ എഴുതിക്കൊണ്ടൊന്നും എല്ലാം വോട്ട് ചെയ്യുന്നു.
അതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാവരുടെയും ഐഡിയ അല്ലെങ്കിൽ നടക്കില്ല. അപ്പോഴാ ചലഞ്ചാ. എന്നാലും പണി നടക്കും. ചെയ്യിക്കണ്ട. നമ്മുടെ ആൾക്കാരുടെ ഐഡി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഗോകുമാർ ചെന്നിട്ട് ഇടപെട്ടാൻ മുമ്പേ എഴുതി കൊടുക്കുക. ആർക്കെങ്കിലും വെള്ളം വേണേ ഇവിടെ കിട്ടും. വെള്ളം വേണോ? അടി വെള്ളം എടുത്തോ? എടുത്തോണ്ട് വന്നു. ആണ് വേണം, വെള്ളം ഉണ്ട്. ആയിക്കോട്ടെ, ചെറിയ കാർഡ് കൂടെ കൊണ്ടെത്തിക്കാം. സ്ലിപ്പ് നമ്പർ നമ്പർ ഇങ്ങനെയല്ലേ? 146 ഇങ്ങനെ ഫോണിൽ വിട്ടു തരാം. ഇത് കാർഡ് കൊണ്ട് തരാം. മറ്റേ കാർഡായിരിക്കും. ചെറിയ കാർഡ് തരാം. ഓക്കെ ഓക്കെ ഓക്കെ. സോണി സാജൻ കുഞ്ഞല്ലേ? സാജൻ ഇല്ലോടെ യൂണിവേഴ്സിലുള്ള രാജു രാജുവിന്റെ ഞങ്ങൾ ചേട്ടൻ്റെ മക്കളാണ്. ഞങ്ങൾ നേരിട്ട് കൊണ്ടായിട്ടുണ്ട്. അപ്പൊ എന്റെ അടയാളം എന്ന് പറഞ്ഞു ജുബയുടെ അടയാളം പറഞ്ഞാൽ അറിയും. പുള്ളിയോട് വന്നായിരുന്നു കേട്ടോ. ഫോട്ടോ ഒന്ന് പറഞ്ഞാൽ മതി. സ്ഥാനാർത്ഥികളെല്ലാം വന്നിട്ട് പറയാം. നമ്മുടെ മത്തന്നൂർ സ്റ്റേഷനിലെ ഇലക്ഷനുമായിട്ട് നമുക്ക് ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി നിരവധി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ആളുകൾ 5-6 ഡോക്യുമെന്റ് കൊടുത്താൽ കയറി ഇറങ്ങി നടക്കാം. വിഷമിക്കുക. നമ്മൾ ഡോക്യുമെന്റ് ഒരു ഗവൺമെന്റ് അതിനൊരു ഓർഡർ ഉണ്ട്. ഇത് ആരോടാ പറയുന്നത്? മുനിസിപ്പൽ സെക്രട്ടറി അതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. പിന്നെ നമ്മൾ വഴി ആള് മുനിസിപ്പാലിറ്റി തന്നെ നിന്നാൽ ഈ പ്രശ്നം പരിഹരിക്കും. ഒരു ദിവസം പോകാം. അപ്രോപ്രിയേറ്റ് ബോഡി ഉണ്ട് ഇവിടെ. ഇല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റിൽ പോകും. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു എഫർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക. എല്ലാ കാര്യങ്ങളും താഴെ തട്ടി തന്നെ പരിഹരിക്കപ്പെടത്തില്ല. തിരിച്ചറിയാനുള്ള ഒരു ഇത് നമുക്കുണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് മെമ്പർ പാർട്ടിസിപ്പേഷൻ തീരെ കുറവായതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടത്താത്തത്. ആളുകളെ മെമ്പറാക്കി നോക്കി 5000 കച്ചവടത്തിനുണ്ട് 3000 വരെ മെമ്പറാക്കി. അന്നേരം സ്ട്രെങ്ത് ഉണ്ടോ എന്നറിയാം. അന്നേരം മുനിസിപ്പൽ അധികാരികൾ നമ്മൾ പറഞ്ഞാൽ ജോലിക്കു എന്നുള്ളത് അറിയാം. അപ്പോൾ അതിനൊരു മാറ്റം വേണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വേറെ ഡിഫറൻറ്റ് പല ഇഷ്യൂസൊക്കെ ഉണ്ട്. അതൊന്ന് പരിഹരിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള നേതൃത്വം മാറണമെന്നാണ്. അപ്പം മെമ്പർഷിപ്പ് കൊടുക്കും. സാധാരണ പറയുന്നത് മെമ്പർഷിപ്പ് കൊടുക്കാം. പണിക്കർ പറയുന്നത് കൊടുക്കുകയാണ്. എല്ലാ അപേക്ഷയും മാറ്റി കൊടുക്കും. എല്ലാ ഇത് ഞാൻ തന്നെ 70 മെമ്പർഷിപ്പിന് അപേക്ഷ കൊടുത്തു. 2 എണ്ണമാണ് അപേക്ഷ അനുവദിച്ചത്. വെറും 2 എണ്ണം. ഇതൊന്നും മാറണം. അതാണ് നമ്മുടെ ആ എഫേർട്ടിന് നമുക്ക് എല്ലാ സഹകരണവും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബൈലോ അനുസരിക്കാതെ വന്നവരെ വൈപ്പൗട്ട് ചെയ്യുന്നത് ഇത് തൂത്ത് വോട്ട് ചെയ്യുന്നത് അതാണ് എനിക്ക് ശരി. ബൈലോ അനുസരിക്കാതെ ആര് പ്രവർത്തിച്ചിട്ടുണ്ടോ, ജനാധിപത്യ വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ നീക്കാനുള്ള ഒരു നടപടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഞങ്ങളുടെ
ഒരു അറൗണ്ട് ഒരു 5000 ബിസിനസ് സ്ഥാപനങ്ങൾ ഈ കോട്ടയത്തുണ്ട്. നമ്മുടെ മെമ്പർഷിപ്പിന്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ 18% മാത്രമാണ്. വായിച്ചാൽ മനസ്സിലാവും. ഞാനിത് കറക്റ്റ് കണക്ക് വെച്ചാണ് ഇത് പറയുന്നത്. ഈ 18% മാത്രമാണ് നമ്മുടെ മെമ്പർഷിപ്പിന്റെ നമ്മുടെ സാന്നിധ്യം. നമ്മൾ മുനിസിപ്പാലിറ്റി പോയി പറഞ്ഞാൽ എന്ത് നടക്കും നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജില്ലാ കളക്ടർക്ക് പോയി പറഞ്ഞാൽ എന്ത് നടക്കും ചിന്തിക്കണം. ആളുകളെ ഇതിനകത്ത് ചേർക്കും. ഇത് നമ്മുടെ കയ്യിൽ തന്നെ എന്നും ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ ശരിയാവും. ഖാദർക്ക് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഞങ്ങളത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു. അതുപോലെ നമ്മുടെ ഒരു ജീവകാരുണ്യ പദ്ധതി ജില്ല നടത്തുന്നതാണ്. 1ാം ജീവകാരുണ്യ പദ്ധതി 2018 തുടങ്ങി. 2023 പദ്ധതി അവസാനിച്ചപ്പോൾ 6 കോടി രൂപയാണ് കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നത്. 2ാം ജീവകാരുണ്യത്തിൻ്റെ പൈസ എടുത്ത് നമ്മൾ 1ാം ജീവകാരുണ്യം, നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ് അവിടെ ജനറൽ സെക്രട്ടറി. ആ പൈസ ഇവരൊരു ക്ഷേമ സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ 5,52 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചു സഹകരണ വകുപ്പ്. പോലീസ് FIR ഇട്ടു. ഇപ്പം പെൻഡിങ് എൻക്വയറിയാണ് FIR. ആ പൈസ ട്രേസ് ചെയ്തിട്ടുണ്ട്. ട്രേസ് ചെയ്ത പൈസ അവർ കൊടുത്തേ മതിയാവൂ. ഇന്നല്ലെങ്കിൽ നാളെ അത് പൈസ അടച്ചേ മതിയാവൂ. അത് അവർ ബിനാമി ലോണായിട്ട് എടുത്തുകൊണ്ട് പോയെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. എൻക്വയറി പെൻഡിങ് ആണ്. എങ്ങോട്ട് നടക്കട്ടെ. നമ്മുടെ നാട്ടിൽ എൻക്വയറി എന്ന് പറയുമ്പോൾ ഒരു ഡിസിഷൻ വരുമ്പോൾ 2-3 കൊല്ലമൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാകണം. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ തവണ ഈ ജയിച്ചവരും തോറ്റവരും തമ്മിലുള്ള വോട്ടിങ്ങിൻ്റെ ഡിഫറൻസ് 5% മാത്രമാണ്. 5% എന്ന് പറയുന്നത് ഒരു 31 വോട്ട്സ്, 16 വോട്ട്സ് പിടിച്ചാൽ ഒരുപോലെയായി. അന്നേരം കഴിഞ്ഞ തവണ നമ്മൾ തിരിച്ചറിയൽ കാർഡ് ഇല്ലാതെ വോട്ട് അനുവദിച്ചു. അതായത് ആധാർ കാർഡ് കൊണ്ട് ഇപ്പോൾ ജേക്കബ് ബാങ്ക് കമ്പനി എന്ന് പറയുന്നത്, ജേക്കബ് എന്ന് പറയുന്നത് തിരിച്ചറിയൽ കാർഡ് വരുന്നവർക്കെല്ലാം ചെയ്യാം. ഗോപകുമാർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഗോപകുമാറിൻ്റെ വോട്ട് കഴിഞ്ഞ തവണ 11 മണിയായപ്പോൾ കള്ളവോട്ട് ചെയ്തു. അദ്ദേഹത്തെ അറിയാത്ത ആരായി പത്രത്തിലുള്ളത്. അപ്പൊ ഇതാണ് അവസ്ഥ. പക്ഷേ ഇത്തവണ തിരിച്ചറിയൽ കാർഡ് കൊണ്ട് മാത്രമേ വോട്ട് അനുവദിക്കൂ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറെ മനസ്സിലാക്കണം, നമ്മുടെ അതിനകത്ത് മെമ്പർഷിപ്പ് ആർക്ക് കൊടുക്കാമെന്ന് നിയമാവലി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നുകിൽ പ്രൊപ്പറേറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ പാർട്ട്ണർ ആയിരിക്കണം, അല്ലെങ്കിൽ മാനേജർ ആയിരിക്കണം. അതില്ലെങ്കിൽ നമുക്ക് അങ്ങനെ തിരിച്ചറിയൽ കാർഡ് കൊടുക്കാൻ പറ്റും. അല്ലാത്തവർക്കും തിരിച്ചറിയൽ കാർഡ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അങ്ങനെയുള്ളവർ വോട്ട് ചെയ്യാൻ വന്നാൽ കള്ളവോട്ടാണ്. അവരെ വീഡിയോയിൽ പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വോട്ടറേയും വീഡിയോയിൽ പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കള്ളവോട്ടെന്ന് തോന്നിയാൽ പോലീസിനെ കൊണ്ട് ആശ്രയിക്കാനായിട്ട് പെറ്റീഷൻ അപ്പം കൊടുക്കും. ഈ എലിജിബിളായിട്ടുള്ള ആൾക്കല്ല തിരിച്ചറിയൽ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പെറ്റീഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അവർ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും. ഒറിജിനലായിട്ട് സത്യസന്ധമായിട്ടൊരു തെരഞ്ഞെടുപ്പ് തുടങ്ങും. മാറ്റം ഉണ്ടാകാൻ വേണ്ടി എല്ലാ സഹായം ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്.